അങ്ങനെ മാറിപ്പോ ഇപ്പൊ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുന്നു. അതിനുള്ള നാട് മിസ് ചെയ്യുന്നു. കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് നമുക്ക്. പക്ഷെ കുറച്ചുകൂടി നല്ലത് ഇതുകൂടെ ക്ലോസ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ആണെന്ന് തോന്നുന്നു കേട്ടോ. തിരക്കൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇവിടെ നല്ല തിരക്കുകൾ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സുകളൊക്കെയാണ് വന്നിട്ടത്. എംബ്രോയിഡറൊക്കെ ചെയ്ത് ഉണ്ടാ പൂക്കളൊക്കെ ഇരിക്കും. അടിപൊളി. ഇതന്നെ ആൾക്കാർ ഇഷ്ടംപോലെ. പലഹാരക്കട ഉണ്ട്. നല്ല കച്ചവടം എല്ലാം ഉണ്ട് കേട്ടോ. പോയിട്ട് വെള്ളം തെറിക്കുന്നുണ്ട്. അപ്പോൾ അതെ കൊച്ചുങ്ങളാണെങ്കിൽ അത് ചാടി വീഴാൻ വേണ്ടി അതെ. കാലയിലിങ്ങനെ കമ്പ് കുത്തി നടക്കുന്നുണ്ട് ഒരു ചേട്ടൻ. ഓ അപ്പോൾ ഇത് അടിപൊളിയാണല്ലോ. അതൊക്കെ ഇവിടെ ആണെങ്കിൽ അത്യാവശ്യം പിള്ളേർ മാത്രമേ ഉള്ളൂ കേട്ടോ. പിള്ളേർക്ക് വേണ്ടി മാത്രം ചെയ്തതുണ്ട്. ആഹാ കൊള്ളാലോ. ഉണ്ട് പിള്ളേരുണ്ടോ? അതെ വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് അടിപൊളിയൊക്കെ ഇട്ടു. ആ ഇവിടെ ഈ ചിൽഡ്രൻസ് പാർക്ക് പോലത്തെ പരിപാടിയാണ് കേട്ടോ. അവിടെ ഉണ്ടോ ഇത്രയും ആൾക്കാരോടെ നിൽക്കുന്നത്? ഇവിടെ പിള്ളേർക്ക് വേണ്ടി മാത്രം ഇവിടെ സെപ്പറേറ്റ് ഏരിയ. ഇതൊക്കെ പിള്ളേരെ പറ്റിക്കാനായിട്ട് കാണിക്കുവാണേ.
പാട്ടാണ്ടോ? ആ എനിക്കൊന്ന് ഇതിൻ്റെ സ്മെല്ലാന്ന് തോന്നുന്നു അല്ലേ? നല്ല സ്മെല്ലുണ്ട്. എനിക്കൊന്ന് തൂക്കിയിടുന്ന തോന്നുന്നത് ഇങ്ങനെ റൂമിലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സ്മെല്ല് കിട്ടും. ഓ അങ്ങോട്ട് സാധനം കേട്ടോ, അടിപൊളി. ഇതേ വിൻ്ററിലുള്ള സാധനങ്ങളൊക്കെ പിള്ളേർക്കുള്ളതൊക്കെ ലെതറിൻ്റെ കുറേ ഐറ്റംസ്. ലെതർ നമ്മൾ കുറേ കണ്ടില്ല. ലെതർ എന്നടാ ആ അതെ അതെ അതെ. ഇവർക്ക് കുറച്ച് തവിയും പാത്രവും പിന്നെ എന്നാ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചു. ആ ഇത്രേ ഉള്ളൂ. ഇത് ഇത്ര ഉള്ള സാധനങ്ങളൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു. നമ്മുടെ ഇവിടെയാണ് വെറൈറ്റി ഐറ്റംസ് ഉള്ളത്. എല്ലായിടത്തും ഇതൊക്കെ തന്നെ അല്ലേ? ഇതെന്ത് സ്റ്റിക്കറാട്ടോ കുറേ. ആ അതെ ഇവിടെ അല്ലേ? അതിനെ കൊണ്ട് കയറാം. നമുക്ക് കയറാൻ പറ്റൂടാ? പൈസ കൊടുക്കണോ? ആ നമ്മളിപ്പോൾ ആണെങ്കിൽ എന്നാത്തിനാണ് പോകുന്നത്? ഇവിടെയാണ് അൺലിമിറ്റഡ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോട്ടോ. 10 € കൊടുത്ത് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ഫുഡാണ്. അടിപൊളിയായിരിക്കും. നോക്കാം അങ്ങനെയൊക്കെയാണ്. ഇത് കണ്ടോ, ഇവിടെ ഈ റെസ്റ്റോറൻറ്റാണ് കയറി പോകുന്നത് കേട്ടോ. ജിഷ്ണതേ കയറുന്നു. നോക്കാം അങ്ങനെ ഉണ്ടെന്ന്. ഫസ്റ്റ് നമ്മളവിടെ ഇരിക്കണമല്ലേ? ഓർഡർ ചെയ്യാനായിട്ട് നമ്മൾ അവിടെ ഇവിടെ നോക്കിയാൽ മതിയോ? ആ ഓ അങ്ങനെയാണോ? ഓ ഇവിടെ ഓർഡർ ഞെക്കിയാൽ മതി. ടേബിൾ തരല്ലേ? ഇവിടെ ആ ഓ അത് അതിന് ടേബിൾ എടുക്കണമല്ലേ? അതിന് പ്ലേറ്റ് ഏത് പ്ലേറ്റ് ഉണ്ട്? ഈ പ്ലേറ്റാ? ചെറിയ പ്ലേറ്റാണുള്ളത്. ഓ സ്പൂണ് പുറത്തുണ്ടല്ലേ? ശരി കഴിയിട്ടുണ്ടോ? ഓ ഇങ്ങനെയാണ് കേട്ടോ എടുക്കുന്ന സംഭവം. ഓ മൈ ഗോഡ് ടാസ്ക്കാണ്. എന്താ റൈസും സംഭവങ്ങളൊക്കെ ഉണ്ട്. റൈസും നൂഡിൽസും ഉണ്ട്. ഞാൻ വന്ന് വെച്ചത് എനിക്ക് റൈസ് ഇഷ്ടപ്പെടാം കുറച്ച്. പ്ലെയിൻ റൈസ് എടുക്കളയുന്നു. ആ ഇതെടുക്കാം. എനിക്കിടാം. എനിക്ക് സെയിം ഐറ്റം തന്നെ പോരട്ടെ, കുഴപ്പമില്ല. ഒരുപാട് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. റൈസ് എനിക്ക് വേണ്ട. ഇത് സൂപ്പിന് തന്നെ ഒഴിക്കുമല്ലോ ഇന്ന്. അതിട്ട് ബോൾ എടുക്കണം. എത്ര മതിയോ? ചിക്കൻ വെച്ചിടാം. അത് ഫ്ലേവറുണ്ട്. ടേസ്റ്റ് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടതൊക്കെ എടുക്കാം. അതിനത് അത് ചിക്കൻ തന്നെ വേറെ ആയിട്ടാണ്. കുറേശ്ശെ നമുക്ക് ട്രൈ ചെയ്ത് ഓരോ പീസസ് ആയിട്ട് അത് പറയാം. ഇതിൽ ചൈനീസ് ആണോ മൊത്തം? എല്ലാം ചൈനീസ്. ഓ ചൈനീസ് ആട്ടോ ഉള്ള. ഇതൊക്കെ പേരൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ തൊലിവായിരിക്കും. ഇവിടെ അത്രയും വേണോ? കിട്ടിയിട്ടാണ്. നമുക്ക് ഓയിൽ കുറച്ച് എടുക്കാം ടേസ്റ്റ് ചെയ്യാനായിട്ട്. ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. ആ ഇതെല്ലാം സംഭവം എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ വെള്ളത്തിൽ തിരുമ്പി പാത്രം തുടങ്ങി. ബീഫിൻ്റെ ആയിട്ടാണ്. അത് ബീഫിൻ്റെ ആണ് സംഭവം അല്ലേ? ഓക്കെ ഓക്കെ. ഞാനിവിടെ വെച്ചിട്ടേ സ്പൂൺ ഇച്ചിരി മാറ്റി. ഇങ്ങനെ വിളമ്പി എടുക്കും. ഇങ്ങനെ വിളമ്പി ഇത് പക്ഷെ കാണുമ്പോൾ ഇതുപോലെ ഇരിക്കുന്ന ടേസ്റ്റ് ഭയങ്കര വ്യത്യാസം ഉണ്ടല്ലോ അതിന്. ആണോ? കണ്ടല്ലോ ഒരുപോലെ തന്നെ ഇരിക്കുന്നില്ലേ? ചൈനീസ് കളർ വ്യത്യാസം വ്യത്യാസമുണ്ടല്ലേ? കളർ വ്യത്യാസമുള്ളൂ. അതിൽ വേറെ ടീം ഉണ്ടോ നമ്മൾ എടുക്കാനായിട്ട്? ഇവരങ്ങനെ ആയിരിക്കില്ല ഇവർ കഴിക്കണം. ഇവരതിൽ മെയിൻ ഡിഷ് അതിൻ്റെ കൂടെ വലിയ ഐറ്റങ്ങൾ ട്രൈ ചെയ്യുക അങ്ങനെയായിരിക്കും ട്രൈ ചെയ്യണം. ഇത് നമുക്ക് എല്ലാം ട്രൈ ചെയ്യാൻ പറ്റൂലേ? ഇത് ചെറിയ മധുരമുണ്ട് ചിക്കന്. വിങ്സാണ്. ഇത് നല്ല ടേസ്റ്റാണ്. ആണോ? ഇതിപ്പോൾ തന്നെ പിന്നെ വരും. കുറവുണ്ടോ? ഇതും നല്ല ചെറിയ മധുരത്തോടുകൂടിയ ടേസ്റ്റാണ്. ഇത് കഴിക്കാൻ പറ്റില്ല ചിക്കൻ തന്നെ. നമുക്കൊരു പണിയാം. നമുക്കിപ്പം ട്രൈ ചെയ്തിട്ട് വരാം. നമുക്ക് അപ്പുറം സൈഡിൽ കിടക്കാം. അങ്ങനെയാണോ? ഇതുണ്ടോ റോബോട്ടിലേക്കാണ് കോളം കൊണ്ട് തരുന്നുണ്ട്. 2 ഗ്ലാസ് കൂൾ കോള. ഇതുണ്ടോ റോബോട്ടൊക്കെ? ഇതുണ്ടോ റോബോട്ട് വന്നു. ഇനി അങ്ങനെ പോകുന്ന ഇപ്പം തന്നെ പോകും. അതെ ചെക്കാണോ? ചെക്കേണ്ടി വരും അവരെ. ചൈനക്കാരെ കണ്ടുപിടുത്തല്ല. സെയിം ഐറ്റം. പൊട്ടറ്റോ ഉണ്ടല്ലോ. ഉണ്ടല്ലോ.
ഇവിടെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടല്ലോ. മോമോസ് ഒരു മോമോസ് ചിക്കൻ പ്രോൺസ് ഉണ്ട്. പ്രോൺസ് ഇവിടെ പ്രോൺസ് ആണോ ഭയങ്കര ഓയിലി ആയിരിക്കട്ടത്. ഓയിലി ആണോ? ഇത് അടിപൊളിയാണ്. ഇത് മറ്റേ നമ്മുടെ ചെമ്മീൻ വട എന്ന് പറയില്ലേ? ചെമ്മീൻ വടയാണ്. ഓ ഭയങ്കര ടേസ്റ്റാണ്. കഴിച്ചു നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. എല്ലാം കൂടെ ഓയിൽ ഭയങ്കര ഓയിലാണ്. ഇതും അടിപൊളിയാണ്. സമൂസയാണ്. ഭയങ്കര ഓയിലുണ്ട്, അത് പ്രശ്നം. ഓയിലാ? ഇതാണ് ഇവിടുത്തെ മെയിൻ സാധനം. പോർക്ക്. ഇത് ടേസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ മാരക ടേസ്റ്റാണ്. കണ്ടിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്. സെറ്റപ്പാണല്ലോ. സൂപ്പ് വേണോ? ഇത് പോർക്കാണ്. ഇത് ഭയങ്കര റിസ്ക്കായി പോയോ? ഇനി ഇത് തീർക്കണം, സമയം എടുക്കും. എനിക്ക് തോന്നി സൂപ്പ് വേണോ? ഇതൊന്നുമില്ല, സെപ്പറേറ്റ് എല്ലാം പച്ചയാണ്. ഇത് വലിയ പച്ചക്കാണോ? പച്ച വിഷയമാണ്. സലാഡ് സുഷിയാണ്. ഓക്കെ, ഇത്ര മതി. ഓ, ഞാനത് ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയത് ഇവിടെ ആൾക്കാരെ നോക്കി. അടിപൊളി നോക്കിയാൽ അടിപൊളി. ഇഷ്ടം പോലെ ആൾക്കാരാണ്. നല്ല തിരക്കാല്ലേ? ഓ, ഇങ്ങോട്ട് വരാനുള്ള വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമാണിത്. ജോക്കർ പബ്ബോ? എടാ ആർക്കും ബസ് സ്റ്റോപ്പുണ്ട്. വണ്ടി വരുന്നു, നമുക്ക് മാറാം. ഒതുങ്ങ് വണ്ടി ഉണ്ട്. ഓക്കെ ഉണ്ട്. സെറ്റപ്പ് ഉണ്ട്. നമുക്ക് 6:40 ബസ്സിനാണ് പോകേണ്ട സമയം. ഇപ്പോൾ 6:37. 6:37 6:40 വണ്ടി പോയി. എടാ, നീ AC നിന്നാണ് ഇവിടെ നിന്നാണ് 6:40 വണ്ടി? അപ്പോൾ ഒരു 6:42 നമ്മൾ വരത്തുള്ളായിരിക്കും. അപ്പോൾ അത് കയറി ഞങ്ങൾ നേരെ സാവറിലേക്ക് പോകണം. മേളിൽ നിന്ന് വേഗം താഴത്തോട്ട് പെയ്യുന്ന പോലെ ഉണ്ടല്ലേ. നമ്മളിത് പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ അതേ റൂമിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഇവിടുത്തെ വീടുകളൊക്കെ ഉണ്ടല്ലേ, കൂർത്തിരിക്കും. എല്ലാം ഒരേ ഷേപ്പ്, ഒരേപോലത്തെ ടൈപ്പ്. എല്ലാവരും ഒരേ സെറ്റപ്പായിരിക്കുന്നത്, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ എങ്ങനെയൊക്കെ വീട് പണിയാനെ. ആ റെനോൾട്ടിൻ്റെ വണ്ടി കിടക്കുന്നുണ്ടോ? എന്നെ സെറ്റപ്പ് പോലെ വണ്ടി കാണാനായിട്ട്. സീറ്റ് കണ്ടോ അകത്തെ? എന്നെ സെറ്റപ്പ് ഒന്നും വണ്ടി അടിപൊളി. താണണ്ട എൻ്റെ സീറ്റ് ഇത് കാണത്തില്ല. ഇത്ര നേരത്തെ ആണെങ്കിൽ ഇത്രയും ഡാർക്കില്ല. അതുകൊണ്ട് ബാക്കി നല്ല വ്യൂ ഉണ്ട്. മാഗ്നെ RS ഇതിലുണ്ട്. ഇപ്പം നൈസ്. നടന്ന് മുന്നോട്ട് പോകണം. ഇനി ഇവിടുന്ന് ഒരു 200 മീറ്റർ നടന്ന് നമ്മുടെ റൂം എത്തി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.